തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد وعلى آل سيدنا محمد. أشهد أن لا إله إلا الله وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم عليه. അള്ളാഹുവിൻ്റെ അളവറ്റ ഔദാര്യത്താൽ നമുക്ക് ഇതേ പ്രകാരം മുദാക്കറ തുടർന്നു കൊണ്ടുപോകാൻ അവൻ തൗഫീഖ് ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ അതുക്കിയയിലെ ഒരു വരി എടുത്തിട്ട് മുദാക്കറ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. കുറച്ച് കയ്പുള്ള വിഷയവും കൂടിയാണ്. യഥാർത്ഥ രൂപത്തിൽ കാര്യങ്ങളെ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം കയ്പുള്ള വിഷയമാണ്. അതെന്താണ്? നമ്മൾ ഈ മുദാക്കറുടെ ലക്ഷ്യം തന്നെ അള്ളാഹു ആഖിറം ഇതിൽ ഊന്നിക്കൊണ്ട് ഇതിനെ തദ്കിറത്ത് ചെയ്യുന്ന, ഇതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. അപ്പൊ അതില് ആഖിറത്തെ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്ക് കടക്കുന്ന കവാടം മരണമാണ്. മരണത്തെ ഓർക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഇബാദത്താണ്, വളരെ അനിവാര്യമായതാണ്. അതിനെക്കുറിച്ച് അതുക്കിയയിലും അതുക്കിയയുടെ വ്യാഖ്യാനമായ മസ്ലക്കുൽ അതുക്കിയയിലും ഒക്കെ വിവരിച്ചത് പ്രകാരം പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ അൽ ഗസാലി ഇമാമും വളരെ സവിസ്തരമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, അതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അള്ളാഹു നമുക്ക് ഫലപ്പെടുത്തി തരട്ടെ. ആമീൻ. അതുക്കിയലെ വരി ഇങ്ങനെയാണ്: അമലും ബിലാ ദിക്രിൽ മനിയ്യതി ലാ അഥർ വബിദിക്രിഹാ ഹഖ്ഖൻ കദർബി മആവില. ഒറ്റ വരിയുള്ളൂ. അമലും ബിലാ ദിക്രിൽ മനിയ്യതി, മരണസ്മരണ ഇല്ലാതെ ഒരാൾക്ക് മരണത്തെ സ്മരിക്കൽ അയാളുടെ പതിവിലില്ല. മരണത്തെ ആൾ സ്മരിക്കാറില്ല. അങ്ങനത്തെ ഒരാള്, അയാളുടെ അമല് എന്ന് പറഞ്ഞാൽ ലാ അസർ, അതിന് അസർ ഉണ്ടാവില്ല എന്നാണ്. തഅ്സീർ ഉണ്ടാവില്ല, എഫക്റ്റ് ഉണ്ടാവില്ല, ഇഫക്റ്റീവ് ആയിരിക്കില്ല. അത് ഇഫക്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ഹൃദയത്തിലേക്ക് എഫക്റ്റ് കിട്ടൂല. വബിദിക്രിഹ, ഞാൻ മരണത്തെ നിങ്ങൾ സ്മരിച്ചാലോ, ഹക്കൻ, തഹ്കീക്കായിട്ട് ശരിയാം വണ്ണം ദിക്ർ ചെയ്താല്, കദർബി മആമില, അങ്ങനെയാണെങ്കിൽ ആക്സ് കൊണ്ട്, പിക്കാസ് കൊണ്ട് പാറക്ക് കൊത്തി പൊളിക്കണത് പോലെ ഇഫക്റ്റ് ചെയ്യും, ഫലം ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അമലുകളൊക്കെ ഫലം ചെയ്യണമെങ്കിൽ
അനിവാര്യമായും ദിക്റുൽ മൗത്ത് വേണം. പക്ഷെ നമ്മളുടെ കാഴ്ചപ്പാടിൽ ഈ തസവുഫിന്റെ സൂഫിയാക്കളുടെ റൂട്ടിൽ മരണത്തെക്കുറിച്ചുള്ള സ്മരണ അതിന് പ്രത്യേകമായി എന്തില്ല, അതിന് സ്ഥാനം കൊടുക്കാറില്ല. സൂഫികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ക്, മഹബത്ത്, അള്ളാഹുവിനോടുള്ള മഹബത്ത് എന്നല്ലാതെ അള്ളാഹുവിനോട് ഖൗഫ് തന്നെ പാടില്ല എന്ന് പോലും പറഞ്ഞു പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ധാരണകളൊക്കെ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിലുള്ള എന്തൊക്കെയുണ്ടോ അതിലൊന്നും തന്നെ ഒഴിവാക്കാൻ സൂഫിയാക്കൾക്ക് കഴിയില്ല. അങ്ങനെ ഒഴിവാക്കിയ സൂഫിയാക്കൾ ഉണ്ടെങ്കിൽ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മുഖ്യധാരയിൽ നിന്നും പുറത്താണ്. പിന്നെ സൂഫിയാക്കളായ ആളുകൾ വല്ലാതെ മരണത്തെക്കുറിച്ച് പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്താൻ നിൽക്കൂല. കാരണം ഭയം ഇഷ്ടമല്ലല്ലോ. അതല്ലേ പറഞ്ഞത്, കയ്പുള്ള വിഷയമായതുകൊണ്ട് കയ്പ് പരട്ടി കൊടുത്തിട്ട് ആളുകളെ വിളിക്കാൻ പറ്റൂല. ആളുകളെ ദഅവത്ത് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ എല്ലാവർക്കും മധുര കൊടുക്കാൻ പറ്റുള്ളൂ, കയ്പ് കൊടുക്കാൻ പറ്റില്ല. അത് കാരണം അവരുടെ സൂഫിയാക്കളുടെ വെൽക്കം, ഒരു കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ ആളുകൾ ചെല്ലുന്ന ആ വെൽക്കം ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ല, അവരുടെ ആ എന്താ പറയാ വരാന്തയില് സിറ്റ് ഔട്ടില് സ്വീകരിക്കുന്ന സ്ഥലത്ത് അവര് ഖൗഫൊന്നും കൊടുന്നേക്കൂല, മരണം കൊടുന്നേക്കൂല. മരണസ്മരണക്ക് അകത്ത് കയറിയതിന് ശേഷം അങ്ങനെ വ്യത്യാസമുണ്ട്. മറ്റതങ്ങനല്ല. മരണത്തെക്കുറിച്ച് പറഞ്ഞ് ആളുകളെ നിരാശപ്പെടുത്തി കളയുന്ന, ഭയപ്പെടുത്തിയിട്ട് പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ പണ്ട് കാലത്തെ വയലുകളിൽ ആ രൂപത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. അത് കുറച്ച് അതിര് വിട്ടുപോയി. ഇപ്പോഴത്തെ സ്ഥിതിയാണെങ്കിലോ തീരെ അതില്ലാതെയായി. നമ്മളൊക്കെ എന്തായി, മരണസ്മരണ തീരെ ഇല്ലാത്തതിൻ്റെ രോഗങ്ങൾ ബാധിച്ച്, മരണസ്മരണ കൊണ്ട് മാത്രമേ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാവുള്ളൂ. അള്ളാഹുവിന്റെ ദിക്ർ പോലും ശരിയാവണ്ണം നടക്കണമെങ്കിൽ മരണസ്മരണ വേണം. വളരെ ആഴമേറിയൊരു വിഷയമാണത്. കാരണം എന്താ പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയണമെങ്കിൽ നമ്മളറിയണം. നമ്മളറിയണമെങ്കിൽ നമ്മൾ മരിക്കുന്ന ജീവിയാന്ന് അറിയണം. മരണത്തിലൂടെ എന്താ സംഭവിക്കണമെന്ന് അറിയണം. നമ്മളെ അനുഭവത്തിൽ ഇപ്പൊ എന്താണ്, ഞാനായിട്ട് നിൽക്കുകയാണ്. ഞാനെന്ന ആള് മരിക്കണ്ടല്ലോ. മരിക്കണതിന് മുമ്പ് മരിക്കൂന്ന് സൂഫിയാക്കളുടെ പ്രസിദ്ധമായ വാക്യമുണ്ട്. മൂത്തു കബല മൗത്ത്. മരിക്കണതിന് മുമ്പ് മരിക്കുകയും, മരിക്കണതിന്റെ മുമ്പ് മരിക്കുക എന്ന് പറഞ്ഞാൽ ഇഫ്തിറാരിയായ മരണമുണ്ട്, നമുക്ക് തടുക്കാൻ പറ്റാത്ത മരണ. അത് നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റൂല. അത് വന്നു കഴിഞ്ഞാൽ ആള് ജീവൻ പോയിട്ട് കബറി കൊണ്ടക്കും. ഇതിന് ഇഫ്തിറാരിയായ മരണം എന്ന് പറയും. പിന്നെ ഇഖ്തിയാരിയായ മരണമുണ്ട്. അതേതാ? ഇഖ്തിയാരിയായ മരണം എന്ന് പറഞ്ഞാൽ മരണത്തെ സ്മരിച്ചുകൊണ്ട് മരണം എന്താന്ന് മനസ്സിലാക്കി അതിന്റെ ഭാഗമായി കൊണ്ട് അതിനു വേണ്ടി തയ്യാറാകുക. അപ്പൊ എന്തുണ്ടാകും? ഞാൻ എന്ന ഒരാളുണ്ട് എന്നുള്ള നിലക്കുള്ള കിബറും ഹസദും മുജുബും ഒക്കെ പോയിട്ട് നഫ്സാനിയത്ത് പോയി, നഫ്സ് പോവും. നഫ്സിന്റെ മരണാണത്. അങ്ങനെ മരിച്ചാലേ അള്ളാഹിനെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ മരിക്കണമെങ്കിൽ നമ്മൾ മരിക്കണം. നമ്മള് ഇഖ്തിയാരിയായി മരിക്കണമെങ്കിൽ ദിക്റുൽ മൗത്ത് വേണം. അപ്പൊ തൗഹീദ് കിട്ടുള്ളൂ. അപ്പോഴേ തൗഹീദ് ശരിയാവുള്ളൂ. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, നമ്മളെ അനുഭവത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ രണ്ട് ജീവിച്ചിരിക്കുന്നവർ പറ്റൂലല്ലോ. ഇവിടെ ഹയ്യ അള്ളാഹു മാത്രമേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്നവൻ ആരാ? ജീവനുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ജീവനില്ലാണ്ടാണ്. അപ്പൊ നമ്മളുടെ ഈ ജീവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളുകള്ളികളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് മരിക്കണം. നമ്മളും ജീവനുണ്ട്, അള്ളും ജീവനുണ്ട്. ഒരാളിൽ 10 കോടി ഉറുപ്പ്യ ഉണ്ട്, വേറെ ആൾ 10 രൂപ ഉണ്ട്. വെറും 10 രൂപ. ഈ വെറും 10 രൂപയാണെങ്കിലും 10 കോടിയുടെ വളരെ ചെറിയൊരു ശതമാനമാണ് 10 രൂപ എങ്കിലും ആ ഒരു ശതമാനം ശിർക്ക് അവിടെ ബാക്കിയുണ്ട്. ഒരാള് 10 രൂപ ഇൻവെസ്റ്റ് ചെയ്തു ബിസിനസ്സിലേക്ക്, വേറെ ആൾ 10 കോടി ഇട്ട്. അപ്പൊ ഈ 10 രൂപയുടെ ഷെയർ ഇദ്ദേഹത്തിനുണ്ടല്ലോ, അതുപോലും ഇവിടെ പറ്റൂല. ശിർക്ക് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ലാ ശരീക ലക്, അണുമണി തൂക്കം പറ്റൂല. അപ്പൊ 0.1 1 രൂപ കൊണ്ട് പോലും ശിർക്ക് വെക്കാൻ പറ്റൂല. 1 രൂപ പോലും നിങ്ങൾക്ക് അവിടെ 1 ഉറുപ്പ്യ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് ചോദിക്കാം. അള്ളാഹ്ക്ക് മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അതിന്റെ മുതലാളിയാകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്തെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾക്കും ശിർക്ക് വെച്ചവനായി.
അതുകൊണ്ട് നമുക്ക് ഒരു ഷെയറും ഈ പ്രപഞ്ചത്തിൽ നമ്മളെ അസ്തിത്വത്തിൽ ഹയാത്ത് എന്ന സിഫത്തിലോ വുജൂദ് എന്ന സിഫത്തിലോ സൂഫിയാക്കളുടെ ഭാഷയിൽ വുജൂദ് എന്ന സിഫത്തിൽ പോലും ഒരു പങ്കും വഹിക്കാൻ നമുക്ക് പറ്റൂല. നമുക്ക് അതിനുള്ള അർഹതല്ല. നമ്മൾ ജീവശവമാണ്. നമ്മളുടെ ഇപ്പൊ ഈ വ്യക്തിത്വം എന്ന് പറഞ്ഞ് നമ്മുടെ ഈ 5 അടി പൊക്കമുള്ള ഈ ശരീരം അത് പൂർണ്ണമായും ദ്രവിച്ചു പോകാനുള്ളതാ. അത് പൂർണ്ണമായിട്ടും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആളുകൾ കണ്ടാലും തൊടാനും കാണാനും അറപ്പ് വിചാരിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയായിരുന്നു മനുഷ്യൻ. അതിൽ നിന്നാണ് ഈ രൂപത്തിലേക്ക് വന്നത്. ഇതിനെ അല്ലാഹു തആല മനോഹരമാക്കി ഇവിടെ വെച്ചപ്പോ എല്ലാവരും പേരെടുത്ത് വിളിക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും മറ്റൊക്കെ ഉള്ള എല്ലാവരുടെ മുന്നിലും മാന്യനായൊരു മനുഷ്യനായി മാറി. അതല്ലെങ്കിലോ അത് ആളുകൾ വേസ്റ്റിലേക്ക് തള്ളുന്ന ഒരു വസ്തു മാത്രമാകുമായിരുന്നു. നജാസത്തായിട്ടാണത് നിൽക്കുക. അല്ലെങ്കിൽ അബോഷനായി പോകുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും അബോഷനായി പോകാതെ അള്ളാഹു സംരക്ഷിച്ചത് കൊണ്ടാണ് ഒരു മനുഷ്യനായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മളുടെ അസ്തിത്വത്തെ ഇല്ലാതെയാക്കണം. അപ്പൊ അതിനും കൂടി സഹായിക്കുന്ന കാര്യമാണ് ദിക്റുൽ മൗത്ത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് ബുദ്ധിമാൻ? ഇസ്ലാമിക വീക്ഷണത്തിൽ ബുദ്ധിമാൻ ആരാണ്? ഇസ്ലാമിന്റെ വീക്ഷണം എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ വീക്ഷണം. അത് പ്രകാരം ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തെ അള്ളാഹുവിന്റെ അനുസരണയിലായിട്ട് ചിട്ടപ്പെടുത്തുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നു എങ്കിൽ അവനാണ് ബുദ്ധിമാൻ. അതല്ല വേറെ നിലക്ക് ഈ മരണത്തെയും മരണാനന്തര ജീവിതത്തെയും മാനിക്കുന്നതില്ല. അങ്ങനെ ജീവിതം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന പോലുമില്ല. അങ്ങനെ ജീവിതം ഉണ്ടോ എന്ന് അന്വേഷിക്കണം പോലുമില്ലെങ്കിൽ അവനെപ്പോലെ വിഡ്ഢി വേറല്ല. ഈ ആയുസ് മുഴുവൻ കഴിഞ്ഞിട്ട് അവൻ അവസാനം മരിക്കാനിരിക്കുകയാണ്. ആ മരണം ശരിയായി കിട്ടണ്ടേ? അതിനവന് കഴിയണില്ല. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, കഫാ ബിൽ മൗതി വാഇദ. ഒരാൾക്ക് മരണം തന്നെ മതി, വേറെ വാഇദിന്റെ ആവശ്യമില്ല. അപ്പൊ മരണത്തിലൂടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം വെളിവാകുന്നു. മറ്റൊരു ഹദീസിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അകതീറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ രസങ്ങളും മുറിച്ചു കളയുന്ന മരണത്തിന്റെ സ്മരണ നിങ്ങൾ അധികരിപ്പിക്കണം. എല്ലാ രസങ്ങളും മുറിച്ചു കളയണം. എല്ലാ രസങ്ങളും മുറിച്ചു കളയും മരണം. ദുനിയാവിന്റെ രസങ്ങളിൽ ഇങ്ങനെ മുഴുകി ദുനിയാവിന്റെ പലതരത്തിലുള്ള രസങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാൻ മരണത്തെ ഓർക്കുന്ന ഒരാൾക്ക് കഴിയില്ല. മരണസ്മരണ റുക്കൂനഹും ഇലൈഹ. ദുനിയാവിൽ ഇങ്ങനെ ഓരോന്നും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നേറുന്നു. ആ മുന്നേറ്റത്തെ തടയുന്നതാ മരണം. അവൻ മരിക്കുമെന്ന കാര്യത്തെ ശരിയാവണ്ണം മനസ്സിലേക്ക് കടക്കണം. അപ്പോഴതൊക്കെ പ്രവർത്തിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിനൊന്നും തഅ്സീർ ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ഹാദിമുൽ ലദ്ദാത്ത്, രസങ്ങളൊക്കെ മുറിച്ചു കളയുമ്പോഴാണല്ല, ദുനിയാവിന്റെ രസങ്ങൾ മുറിച്ചു കളഞ്ഞാലാണ് ആഖിറത്തിന്റെ രസം ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഉറങ്ങണ ഒരാൾക്ക് ഉണർന്നിരിക്കുന്ന ഒരാൾക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. കാരണം എന്താ? അവന്റെ അവയവങ്ങൾ, അവന്റെ ശ്രദ്ധ, അവന്റെ മസ്തിഷ്കത്തിൽ ഡിസ്പ്ലേ ചെയ്യണത് ഏതാണ്? പഞ്ചേന്ദ്രിയത്തിന്റെ കാഴ്ചകളും അനുഭവങ്ങളും അറിവുകളും ഒക്കെയാണ്. അപ്പോൾ അബോധ മണ്ഡലത്തിൽ നിന്നുള്ള ആ ചിന്തകളോ കാഴ്ചകളോ ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല. എന്നതുപോലെ ദുനിയാവിന്റെ രസങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മരണത്തെക്കുറിച്ച് ഓർക്കാൻ പോലും കഴിയില്ല. മരണത്തെ ഓർത്താൽ മരണം എന്ന് പറഞ്ഞ ആ വാക്ക് നമ്മൾ ഓർക്കും. എന്നല്ലാതെ മരണത്തിന്റെ ഒരു യാഥാർത്ഥ്യമുണ്ട്. മരണത്തിനൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ തസവുറാവൂല. അത് നമുക്ക് ഇമാജിൻ, അതിന്റെ റിയാലിറ്റി നമ്മളെ മനസ്സിലേക്ക് വരില്ല. അതുകൊണ്ട് അതിനൊരു ചികിത്സ ഇവർ നിശ്ചയിക്കുന്നുണ്ട്.
എന്താ ചികിത്സ? അങ്ങനെ മരണത്തിന്റെ രസം, യഥാർത്ഥ മരണസ്മരണ കൽബിലേക്ക് കടക്കണമെങ്കിൽ, ഏത് വിഷയവും കൽബിലേക്ക് കടക്കണമെങ്കിൽ കൽബ് ആദ്യം ഒന്ന് ഫാരിയാകണം, കാലിയാകണം. സ്പേസ് വേണ്ടേ ഇതിൽക്ക് വല്ലതും കടക്കാം? നമ്മൾ 24 hours ഓൺലൈനിലായാൽ പിന്നെ എവിടുന്ന സ്ഥലം ഉണ്ടാകുക? നമ്മൾ ഫുള്ള് വീഡിയോസിലാണ്, മെസ്സേജുകളിലാണ്. അപ്പൊ പിന്നെ അവധി ഉണ്ടാവില്ല, ദിക്റുൽ മൗത്തും ഇല്ല, ദിക്റുല്ലാഹിയും ഇല്ല. രണ്ടും ഇല്ലാത്ത വിധത്തിൽ നമ്മളെ കൽബ് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുക. ആ ഫയൽസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് കുറഞ്ഞ സമയമെങ്കിലും നമ്മളെ കൽബൊന്ന് കാലിയാക്കി വെച്ചാലേ എന്തെങ്കിലും ഉള്ളിലേക്ക് കടക്കുള്ളൂ. അപ്പൊ പഴയ കാലത്ത് പറയലുണ്ട്, ഈ മുത്തഅല്ലിമീങ്ങൾക്ക് മരണസ്മരണ സുന്നത്തില്ല. അവര് മരണസ്മരണ കൊണ്ടുവരേണ്ടതില്ല, അവരതിന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? മരണസ്മരണ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നഹ്വ്, സർഫ്, മന്തിക്ക്, മആനി, ബലാഗത്ത്, ഫസാഹത്തൊന്നും പഠിക്കാൻ പറ്റൂല. അതായത് ഈ പറഞ്ഞൊന്നും ദീനി വിജ്ഞാനങ്ങളല്ലേ. ഖുർആനും ഹദീസൊന്നും അല്ല, ഫിഖ്ഹും അല്ല, അഖീദയും അല്ല. പിന്നെന്താ? അറബി സാഹിത്യം, ഭാഷ, പിന്നെ ഫിലോസഫി, മനുഷ്യൻ എങ്ങനെയാണ് വിഷയങ്ങൾ സമർത്ഥിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന തുടങ്ങിയ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇനി ഫിഖ്ഹ് തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ദിക്റിൽ ലയിച്ച ദിക്റുൽ മൗത്തൊക്കെ ഉള്ള ആൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഫിഖ്ഹൊന്നും പഠിക്കാൻ പറ്റൂല. ദിക്റുൽ മൗത്ത് നമ്മളെ മനസ്സിൽ ജീവിച്ചിരിക്കെ, ജീവനോട് കൂടിയിട്ട് ദിക്റുൽ മൗത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ സജീവമായിട്ടുണ്ട് എങ്കിൽ നമുക്കിതിനൊന്നും കഴിയില്ല. ആ പരലോകത്തേക്ക് ഏറ്റവും ഉപകാരപ്രദമായ, അള്ളാഹുടെ മുന്നിൽ ഹാജരാകാൻ പറ്റിയ വിധത്തിലുള്ള അമലുകൾക്കല്ലാത്ത ഒന്നിനും കഴിയില്ല. എന്ന് മാത്രല്ല, ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിലാകും. അത് ഓവറാ. മരണസ്മരണ ഓവറായിട്ട് അങ്ങനെ സംഭവിക്കും. അപ്പൊ എല്ലാതും അതിന്റെ അളവിലേ പറ്റുള്ളൂ. മരണസ്മരണ ഓവറായാൽ നിസ്കാരത്തിൽ നിന്ന് കൈവച്ചിട്ട് ഓടും. നിൽക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല, കിടക്കാൻ പറ്റൂല, ഭ്രാന്താവും. അപ്പൊ അത്തരത്തിലുള്ള മരണസ്മരണയിലേക്ക് മനുഷ്യർ വഴുതിപ്പോകണ്ട എന്ന് കരുതിയിട്ട് പഴയ കാലത്ത് അതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. മുതഅല്ലിമീങ്ങൾക്ക് പഠിക്കണ്ട, മരണസ്മരണ വേണ്ട എന്നൊക്കെ നിശ്ചയിച്ചിരുന്നു. പക്ഷെ ഇന്നതല്ല, ഇന്നത്തെ സാഹചര്യം മാറി. അതാ പറഞ്ഞത്, ഇതൊക്കെ കിതാബുകളിൽ എങ്ങനെ കണ്ടത് തന്നെ തത്തമ്മയെ പൂച്ച പോലെ സ്വീകരിച്ചാൽ കാര്യം നടക്കൂല. പിന്നെന്ത് വേണം? പ്രാക്ടിക്കൽ വിസ്ഡം എന്ന് പറഞ്ഞ സാധനം വർക്ക് ചെയ്യണം. ഇന്ന് എന്തിനാ മരണസ്മരണ വേണ്ടത്? ഷഹവാത്തുകൾ പോവാനാണ്. പഞ്ചേന്ദ്രിയത്തിന്റെ ആസ്വദിക്കാൻ പറ്റിയ ദുനിയാവിന്റെ പല പല രസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രസങ്ങളിൽ നിന്ന് മനുഷ്യന്റെ മനസ്സിനെ പിൻമാറ്റാനാണ് ദിക്റുൽ മൗത്ത് വേണ്ടത്. ഇന്ന് അതിന് പൂണ്ട് കിടക്കല്ലേ മനുഷ്യരൊക്കെ. അപ്പോ അതിൽ നിന്നും പിന്മാറണമെങ്കിൽ ഇന്നത്തെ മുതഅല്ലിമീങ്ങൾക്ക് ദിക്റുൽ മൗത്ത് കോരി കുടിപ്പിക്കണമെന്ന് നമ്മൾ ഉസ്താദ് പറഞ്ഞു. കാരണം അത്രമാത്രം ദുനിയാവിൽ ലയിച്ചു കിടക്കുകയാണ്. അപ്പൊ അവർക്ക് അത് കോരി കൊടുത്താലേ അവർ അസുഖം മാറുള്ളൂ. ഈ ആഖിർ സമാനിലെ മുസ്ലിങ്ങളുടെ ഈ അവസാന നാളിലെ മുസ്ലിമീങ്ങളുടെ പ്രശ്നം എന്താണ്? നമ്മൾ പല കാര്യങ്ങളും പറയും. സൈനിക ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്, ഖിലാഫത്ത് ഇല്ലാത്തത് കൊണ്ടാണ്, വിദ്യാഭ്യാസ പുരോഗതി ഇല്ലാത്തതുകൊണ്ടാണ്, സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ്, ഐക്യം ഇല്ലാത്തതുകൊണ്ടാണ്, പലതും പറയുന്നുണ്ട്. അതൊക്കെ പലതും എന്താണ്, ചെറിയ ചെറിയ ശരികളായിരിക്കാം. പക്ഷേ യഥാർത്ഥ ശരി എവിടെ കിടക്കണമെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. എന്താണ്? ഒരു ശത്രു സമൂഹം ഭക്ഷണത്തളികയിലേക്ക് കൈ നീട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആർത്തിയോടുകൂടി വരുന്നത് പോലെ ഈ ഉമ്മത്തിനെ എല്ലാവരും കൂടിയിട്ട് നാനാ ഭാഗത്തു നിന്നും ആക്രമിക്കാൻ വരുന്ന, എല്ലാവർക്കും തോണ്ടി വെക്കാൻ പറ്റിയ, എല്ലാവർക്കും പീഡിപ്പിക്കാൻ പറ്റിയ, എല്ലാവർക്കും വർഗീയത പറയാൻ പറ്റിയ ഒരു സമുദായമായി അധപ്പതിക്കാൻ കാരണം നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോട് അമിതമുള്ള സ്നേഹാണ്. ദുനിയാവിനെ നമ്മൾ പ്രേമിച്ചു, അതേപോലെ മരണത്തെ വെറുത്തു. ഇതാണ് നമ്മളെ കുറ്റം. ഇതാണ് നബി തങ്ങൾ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയിലൊക്കെ നമ്മൾ ഗവേഷണം ചെയ്തതാ.
നമ്മൾ ഗവേഷണം ചെയ്യുമ്പോ വഹി കിട്ടുന്ന നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ സ്വീകരിക്കേണ്ടത്. അതെങ്ങനെയാണ് ഇത് നമ്മളെ ഇവിടുത്തെ എല്ലാ സംഭവ വികാസങ്ങളെയും അതെന്തോ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൗതികമായി ദർശിച്ചാൽ ഈ കാരണം മനസ്സിലാവില്ല. യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളാണ് ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും. അപ്പൊ അള്ളാഹു തആലയാണ് നമുക്ക് ഇത്തരത്തിലുള്ള പരീക്ഷണത്തിൽ നമ്മൾ അകപ്പെടുത്തിയിട്ടുള്ളത്. ആ പരീക്ഷണത്തിന് കാരണം നമ്മൾ ആഖിറത്തിന് വേണ്ടി തയ്യാറാകാത്തതാണ്. ഇത് ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആഖിറത്തിന് വേണ്ടി തയ്യാറായ ആൾക്കാരാണെങ്കിൽ, ദിക്റുൽ മൗത്തുള്ള ആളുകളാണെങ്കിൽ, ദിക്റുൽ മൗത്ത് എങ്ങനെ വേണം? മരിക്കാൻ വെറുപ്പ്, മരിക്കാൻ പേടിയും വെറുപ്പുമുള്ള സമൂഹത്തിന് ഈമാനില്ല. അപ്പൊ നമ്മളെ ഈമാൻ ഒന്ന് പരിശോധിച്ചാൽ മതി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എന്താണ് ഈമാനിലെ ലക്ഷണം? എന്താണ്? തജാഫിയൻ ദാറുൽ ഖുറൂർ വ ഇനാബത്തു ഇലാ ദാറുൽ ഖുലൂദ്. ശാശ്വതമായി ജീവിക്കുന്ന പരലോകത്തേക്ക് പോകാനുള്ള വെമ്പൽ കൊള്ളുന്ന മനസ്സാ ഈമാന്റെയും ഹിദായത്തിന്റെയും ആൾക്കാർക്ക് ഉണ്ടാകുക. അതല്ലാത്തവർക്കോ കറാഹിയത്തുൽ മൗത്ത, മരണം വെറുപ്പാണ്. നമുക്കിന്ന് എല്ലാതും ഭൗതികവൽക്കരിച്ചു. നമ്മളെ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും ഭൗതികമായ സുഖാസ്വാദനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ദീനിനെയും ഭൗതികവൽക്കരിച്ച്, ദീനിനെയും നമ്മളിന്ന് ഭൗതികവൽക്കരിച്ച്. ദീനും ദുനിയാവിന്റെ ആവശ്യത്തിനാണ്. ദീൻ പഠിക്കണം എന്തിനാണ്? ദുനിയാവിന്റെ ആവശ്യത്തിന്. അമൽ ചെയ്യണം എന്തിനാണ്? ദുനിയാവിന്റെ ആവശ്യത്തിന്. ആഖിറത്തിനെ അക്രബായി കാണുന്ന, നമ്മൾ ഏത് നിമിഷവും മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ നമ്മൾ ആയിട്ടില്ല. ഇതാണ് നമ്മളെ രോഗം. ഇതാണ് നമ്മളെ രോഗം. അത് നമ്മൾ ഓരോരുത്തരും നമ്മളെ രോഗത്തിന് ചികിത്സിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വേറൊരാൾ ചികിത്സിക്കാൻ വരില്ല. നളർ ബിൻ മുത്തിഅ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഒരു മഹാന്റെ കഥ ഇതിൽ മസ്ലക്കുൽ അത്കിയയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതെന്താ പറഞ്ഞത്? മൂപ്പര് ഒരു ദിവസം വീട്ടില് ഇരിക്കുമ്പോ വീടിന്റെ സൗന്ദര്യം കണ്ടപ്പോ മൂപ്പർക്കൊരു അതിനോടൊരു ആകർഷണം തോന്നി. അജബായി അതില്. ഉടനെ ഉടനെ അവർ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലൗലൽ മൗത്തു ലകുന്തു ബിക്കി മസ്റൂറ. മരണം എന്ന് പറഞ്ഞ സംഭവം ഞാൻ നേരിടാൻ പോകുന്നുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ ഈ വീടിനെ കൊണ്ട് ഞാൻ സന്തോഷിക്കുമായിരുന്നു. മരണം, കബറിൽ പോയിട്ട് ഞാൻ കിടക്കണം. കബറിൽ എന്നെ ജീർണിച്ച് എന്റെ ശരീരമൊക്കെ ജീർണിച്ചു പോകും. ഈ ഒരു സംഭവത്തെ ഞാൻ നേരിടാൻ പോവാണ്. അതില്ലായിരുന്നെങ്കിൽ ഈ ദുനിയാവൊക്കെ ആസ്വദിക്കായിരുന്നു. ഈ വീട്ടിലുള്ള താമസം കൊണ്ട് എനിക്ക് ഖുർറത്ത അയിൻ ആസ്വദിക്കാമായിരുന്നു. പക്ഷേ എനിക്കതിന് സാധ്യമല്ല. കാരണം ഞാൻ മരിക്കാൻ പോവാണ്. മരണം എന്റെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ബക്കിയ ബക്കാൻ ഷദീദ, ശക്തിയായിട്ട് കരയാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നത്തെ നമ്മളെ വീടിന്റെ നിർമ്മാണങ്ങൾ, ആ വീട് എന്നെന്നും ജീവിക്കാൻ വേണ്ടി കൂട്ടിയ വീടാ. യഥാർത്ഥത്തിൽ നമുക്ക് എന്നെന്നും ജീവിക്കാൻ ആയുസ്സുണ്ടാ? ഇല്ല. പക്ഷെ വീട് കൂട്ടുമ്പോൾ നമ്മൾ എന്നെന്നും ജീവിക്കാനുള്ള ആർഭാടത്തോടു കൂടി കൂട്ടണത്. അത് നമ്മൾ നിരന്തരമായി കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കസാവത്തുണ്ടാകുന്നു. മരണസ്മരണ, യഥാർത്ഥ മരണസ്മരണ പോകുന്നു. ഇനി മരിച്ചു, അയാൾ മരിച്ചു, അപ്പുറത്തെ വീട്ടിലെ ആള് മരിച്ചു. ഇന്ന് അബുദാബിയിൽ 4 കുട്ടികൾ ആക്സിഡന്റായി മരിച്ചു. ഒരു ഉമ്മാടി ബാപ്പാടി 4 മക്കള്, 4 ആൺകുട്ടികൾ മരിച്ചു. നമ്മൾ ആ വാർത്ത കേട്ടല്ലോ. നമുക്ക് വല്ല കുലുക്കവും ഉണ്ടാ? നമുക്ക് ഭയം വന്നോ? നമുക്ക് ദുഃഖം തോന്നിയില്ലേ? അതിന്റെ പേരല്ല ദിക്റുൽ മൗത്ത്. ആ മരണത്തെക്കുറിച്ചുള്ള ഓരോ വാർത്തകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കൽബിന്റെ കസാവത്ത് നീങ്ങി അള്ളാഹുവിന്റെ ദിക്ർ നിറഞ്ഞ് പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത വന്ന് നമ്മൾ പരലോകത്തിന് വേണ്ടി തയ്യാറാകുന്ന അവസ്ഥയിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ദിക്റുൽ മൗത്ത് ഉണ്ട്. അങ്ങനത്തെ ദിക്റുൽ മൗത്ത് നമുക്ക് പരിചയമില്ല. എത്രയോ മരിച്ച വീട്ടിൽ പോയ ആളുകളെ നമ്മള്, എത്രയോ പേരെ കബറടക്കുന്നതിന്റെ കബറിന്റെ വക്കത്ത് പോയി നിന്നിട്ട് കബറിലേക്ക് മണ്ണിട്ട് വന്നവരാ നമ്മള്.
പക്ഷേ അതൊന്നും തന്നെ നമ്മുടെ ഹൃദയത്തിനെ പിടിച്ചു കുലുക്കിയിട്ടില്ല. പരലോകത്തിലേക്ക് വേണ്ടി തയ്യാറാകാൻ വേണ്ടി ജീവിതത്തെ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മളെ സത്യം. ഏതുപോലെയാണിത്? നമ്മള് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ഷീറ്റ് വെച്ചിട്ട് നമ്മളെ കൈയിന്റെ മുകളിൽ തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി, എന്നിട്ട് അതിന്റെ മുകളിൽ നല്ല ചൂടുള്ള ഇസ്തിരി പെട്ടി വെച്ചിട്ട് ഇങ്ങനെ തേച്ച്, വല്ല പൊള്ളലും നമുക്ക് ഏൽക്കുവോ? ചൂട് തന്നെ ഏൽക്കുവോ? ഇല്ല. എന്താ കാരണം? അതിന്റെ മുകളിൽ കടുത്ത ഹിജാബ് ഉണ്ട്, നല്ല കട്ടിയുള്ള ഹിജാബ് ഉണ്ട്. എന്നതുപോലെയാണ് ഇത്തരത്തിലുള്ള മരണ വാർത്തകളും മരണത്തിന്റെ സംഭവങ്ങളും, പലസ്തീനിൽ മുസ്ലിമീങ്ങൾ ഇരയാക്കപ്പെടുന്ന അവസ്ഥ, അതിർത്തികളിൽ മുസ്ലിങ്ങൾ അടിച്ചു കൊല്ലപ്പെടുന്ന അവസ്ഥ, അതിർത്തിയിലെ മുസ്ലിങ്ങളെ വീട് പൊളിക്കുന്ന അവസ്ഥ, ഇതൊക്കെ കണ്ടിട്ടും നമ്മളെ ഹൃദയത്തിന് കുലുക്കല്ലാത്തതിന് കാരണം ഇതേപോലെ നമ്മളെ മനസ്സിൽ പാള വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതിലൊക്കെ ചിന്തിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ആ സ്ഥാനത്ത് നമ്മളെ ചിന്തിക്കണം. നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇത് നമുക്ക് ചിന്ത പോകുന്നില്ല. നമ്മൾ നിരന്തരമായി നമ്മുടെ ബിസിനസ്സിലും നമ്മളെ എന്റർടൈൻമെന്റുകളിലും പിടിച്ചിടപ്പെട്ടിരിക്കുകയാണ്. ഇതിന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എപ്പോഴാണ് ഒരു മോചനം കിട്ടുക എന്ന് അറിയില്ല. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. ദിക്റുൽ മൗത്ത് മഹാന്മാര് വഴി കാണിച്ചത് പ്രകാരം ചിന്തിച്ച്, അതിനായിട്ട് ഒഴിഞ്ഞിരുന്ന് ചിന്തിച്ച് നമ്മുടെ മനസ്സിനകത്തേക്ക് ദിക്റുൽ മൗത്തിനെ കയറ്റണം. അപ്പോഴേ കിബറും ഹസദും ഉജുബും റിയാഉം ഹുബ്ബുദുനിയയും ഒക്കെ പോവുകയും പിന്നീട് തൗഹീദിന്റെ വിജ്ഞാനങ്ങൾ കേൾക്കുമ്പോൾ തൗഹീദ് നമ്മുടെ കൽബിലേക്ക് കയറി വരികയും ചെയ്യും. ഇപ്പൊ തടസ്സാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന്. അതൊന്നും യഥാർത്ഥമായിട്ടില്ല. അത് യഥാർത്ഥമായിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ വജലത് ഖുലൂബുഹും. നമ്മളെ കൽബ് ഒരു ഉൾക്കിടലുണ്ടാവും. കൽബിൽ നിന്ന് അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഉൾക്കിടലുണ്ടാകും. ആ ഉൾക്കിടൽ ഉണ്ടാകണമെങ്കിൽ കൽബിൽ അള്ളാഹു നേരത്തെ നൂറാനിയത്ത് നിറയണം. ഇപ്പൊ കണ്ടില്ലേ, നളർ ഇബ്നു മുത്തിഅ റളിയല്ലാഹു അൻഹുവിന് കരച്ചിൽ വന്ന്, മൂപ്പര് ഒരു നിമിഷം മറന്നിട്ട് വീടിന്റെ സൗന്ദര്യം ആസ്വദിച്ചപ്പോ അതിന് കരച്ചിൽ വന്നു. നമുക്ക് കേൾക്കുമ്പോ തന്നെ നമുക്ക് ശ്വാസം മുട്ടണം. എന്തപ്പത്? ഇങ്ങനൊക്കെ ആണെങ്കിൽ എങ്ങനെ ജീവിക്കുക? ഇതെന്ത് ഇസ്ലാമാണ്? നമുക്ക് തോന്നിപ്പോണ്ടാവും അല്ലേ? എന്നാൽ ഈ മരിക്കുക എന്നുള്ള ആ മരണം എന്ന് പറഞ്ഞ യാഥാർത്ഥ്യം, അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? മരണത്തെ ഒഴിവാക്കാൻ പറ്റുമോ? രക്ഷപ്പെടാൻ പറ്റുമോ? മരിക്കാതെ രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. ഖുർആനിൽ പറയാണ്, കുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യാച്ചാല് മരണസ്മരണ നമ്മളെ കൽബിലേക്ക് വരുമ്പോ തന്നെ നമ്മളങ്ങോട്ട് നീങ്ങി പോവാണ്, അതിനെ ഒഴിവാക്കുകയാണ്. കാരണം ദുഃഖം നമുക്ക് ഇഷ്ടമല്ല. കഷായം കയ്പായതുകൊണ്ട് നമ്മൾ കുടിക്കൂല, മാറ്റിവെക്കും. എന്നതുപോലെ മരണം വരുമ്പോ തന്നെ നമ്മൾ മാറിപ്പോവാണ്. നമ്മൾ മരിക്കാൻ പോവല്ല. മരിക്കൽ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, മരണസ്മരണ പോലും ഇഷ്ടമല്ല നമുക്ക്. കാരണം ദുഃഖം ഉണ്ടാക്കും, വേദന ഉണ്ടാക്കും. അപ്പൊ നിങ്ങളങ്ങനെ ഓടി ഒളിക്കുന്ന മരണം ഉണ്ടല്ലോ, ഫൈനഹു മുലാഖീക്കും, തീർച്ചയായിട്ടും അത് നിങ്ങളെ കണ്ടുമുട്ടും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദതി ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. എന്നിട്ട് ആലിമുൽ ഗൈബി ഗൈബിന്റെയും ഷഹാദത്തിന്റെയും വിജ്ഞാനമുള്ള, ഗൈബും ഷഹാദത്തും അറിയുന്ന റഹ്മാനായ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളെ കൊണ്ടുപോയി ഹാജരാക്കപ്പെടും. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു രംഗം വരാനിരിക്കുകയാണ്. അവൻ നമ്മളെ മനസ്സിലേക്ക് ദിക്റുൽ മൗത്തൊക്കെ ഒന്ന് കയറിക്കോട്ടെ, ഒന്ന് നമ്മളെ തടുക്കാതൊക്കെ. ദിക്റുൽ മൗത്ത് വരുമ്പോ നമ്മൾ തടുക്കരുത്, അതുകൊണ്ട് കയറി വരട്ടെ. എന്നിട്ട് നമ്മളെ കൽബൊക്കെ ഒന്ന് ശുദ്ധിയാക്കട്ടെ. അപ്പോഴേ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റ് കൽബിൽ നിൽക്കുള്ളൂ. അപ്പോഴാ അള്ളാഹുവിന്റെ അളമത്തും ജലാലിയത്തും ദീനിന്റെ മഹത്വവും ഒക്കെ തിരിയണമെങ്കിൽ മരണം തിരിയണം. ഇതാണ് മഹദൂം തങ്ങൾ പാപ്പ ആദ്യം തന്നെ പറഞ്ഞത്. എന്ത്? അമലും ബിലാ ദിക്രിൽ മനിയതി ലാ അസർ.
അപ്പൊ മരണസ്മരണ കൊണ്ട് ആദ്യം ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ്ട്, അല്ലെങ്കിൽ അവിടെ കുറെ കല്ലും കട്ടിയും എന്തൊക്കെയോ കിടന്നിട്ട് കൽബ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ഗഫലത്ത് നീങ്ങണമെങ്കിൽ എന്ത് വേണം വെച്ചാല് അവരെ കുടുംബക്കാരിൽപ്പെട്ട ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അവരൊക്കെ ഒന്ന് കുറിച്ച് ആലോചിക്കണം. ശരിക്ക് കുറച്ചു നേരം കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ഒന്ന് ആലോചിക്കുക. പറ്റുമെങ്കിൽ അവരുടെയൊക്കെ ആ മരിച്ച സമയത്തുണ്ടായ ശരീരത്തിന്റെ അവസ്ഥകളെ കുറിച്ചൊന്ന് ഓർക്കുക. വളരെ മാന്യമായി നടന്നിരുന്ന അവര് ഇപ്പൊ അവരുടെ കബറിൽ കൊണ്ടുവച്ച അവരുടെ ശരീരത്തിന് എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് നമ്മളൊന്ന് സങ്കല്പിക്കുക. അപ്പൊ എന്ത് കിട്ടും? മരണസ്മരണ കുറച്ച് കിട്ടും. വേറെ കാര്യം പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യാണ്, കാറ്റിലും കോളിലും പെട്ട് വിമാനം അങ്ങനെ ആടി ഒലയണ്. അങ്ങനത്തെ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യാന്ന് വിചാരിച്ചോളി. അപ്പോൾ എന്തായിരിക്കും? അപ്പൊ ഓട്ടോമാറ്റിക് നമുക്ക് മരണസ്മരണ വരും. അതാണ് മരണസ്മരണ വരാനുള്ള ഒരു മാർഗം. കാറ്റിലും കോളിലും പെട്ട് ആടുന്ന കപ്പലിലോ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുക. അതല്ലെങ്കിൽ ഏത് നിമിഷവും അപകടം സംഭവിച്ചേക്കാവുന്ന അപകടകരമായ യാത്രകൾ, അതൊക്കെ ഇപ്പൊ ആളുകൾ മറികടക്കുകയാണ്. ഒക്കെ സാഹസികത. സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുന്ന സമയത്തും നമ്മൾ പോയിട്ട് അതിന്റെ വീഡിയോഗ്രാഫി പകർത്താൻ നോക്കും. തൗബയുടെ കവാടം അടഞ്ഞു എന്ന ദുഃഖം നമുക്കുണ്ടാവില്ല. നഊദു ബില്ലാഹ്. ഇതൊക്കെ പഴയ കാലത്തെ സമൂഹം, അവർക്ക് ഖിയാമത്ത് നാള്, അതിന്റെ അടയാളങ്ങള്, ദിക്റുൽ മൗത്ത്, ഇതൊക്കെ പറഞ്ഞ ഭയങ്കരമായ ഭയമായിരുന്നു. അവർ പേടിച്ചു വിറക്കും, അള്ളാഹുവിലേക്ക് തിരിയും. ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ജീവിതം. ഇപ്പൊ ടെക്നോളജിയുടെ യുഗമല്ലേ, എവിടെ ഭയം? എല്ലാം നമ്മൾ ടെക്നോളജി കൊണ്ട് മറികടക്കുന്ന പറഞ്ഞത്. നമുക്ക് സൂര്യഗ്രഹണം വന്നാല് അതൊരു ശാസ്ത്ര വിസ്മയമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൂര്യഗ്രഹണം വന്നാൽ തങ്ങൾ ഭയന്ന് വിറക്കുമായിരുന്നു. എന്താ ഭയന്നത്? അള്ളാഹുവിനെ അവർക്ക് അറിയാം, അള്ളാഹുവിന്റെ നടപടികൾ അറിയാം, അള്ളാഹുവിന്റെ ജലാലിയത്ത് അറിയാം. അതുകൊണ്ട് അവര് സുജൂദിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീഴും, അഥവാ നിസ്കാരത്തിലേക്ക് തിരിക്കും. അതുകൊണ്ടാണ് ഗ്രഹണ നിസ്കാരം വെച്ചത്. അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കും. അള്ളാഹുവിന്റെ ജലാലിയത്തും അവന്റെ കഹരിയത്തൊക്കെ നമ്മളെ മേൽ കാണിക്കുന്ന ഒരു അടയാളമാണ് സൂര്യഗ്രഹണം. അതല്ലാതെ സൂര്യഗ്രഹണത്തിന് പിന്നിൽ ഇനിയിപ്പോ എന്തോന്ന് ഭൂമിയിൽ പുതിയതായി സംഭവിക്കാൻ പോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു കാര്യകാരണ ബന്ധമായത് കൊണ്ടല്ലത്. അള്ളാഹു കാണിച്ചു തരികയാണ് അവന്റെ ജലാലിയത്ത്, അവന്റെ കഹരിയത്ത്. അത് അള്ളാഹുവിനെ മനസ്സിലായവർക്ക്, ഹൃദയമുള്ളവർക്ക് അതൊക്കെ ഭയാണ്. നമുക്കിതൊക്കെ ശാസ്ത്ര കൗതുകവുമാണ്. നഊദു ബില്ലാഹ്. നമ്മളെ ഈമാന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. മുസ്ലിം നാമധാരികളായ നമ്മൾക്കൊന്നും ഈമാന്റെ അഹ്ലുകാരുടെ സിഫത്തില്ല. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പഴിക്കണം. പറ്റുമെങ്കിൽ നമ്മൾ നല്ല വടി വെട്ടിയിട്ട് നമ്മളെ തുടക്കടിക്കണം. നമ്മളൊന്നും ദീനിന്റെ അഹ്ലുകാരായിട്ടില്ല. തൊപ്പി വെച്ചത് കൊണ്ടായിട്ടില്ല, ക്ലാസ് എടുത്തത് കൊണ്ടായില്ല, ഹമുക്കായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മള് ശരിയാം വിധം ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണം. അള്ളാഹുവിലുള്ള റഹ്മത്തിലുള്ള പ്രതീക്ഷ കൊണ്ട്, അള്ളാഹുവിനോട് അക്രമായത് കൊണ്ട് മരണത്തെ ഭയക്കാത്ത ആളുകളുണ്ട്. ആ അവസ്ഥയിലാണെങ്കിൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. ഇവിടെ ദിക്റുൽ മൗത്തിന്റെ ആൾക്കാർ 3 തരക്കാരാന്നാണ് ഇവര് പറയണത്. അതായത് മസ്ലക്കുൽ തഖിയയിൽ മഖ്ദൂം തങ്ങൾ ഇപ്പൊ പറയണത് എന്താ പറയണത്? ഒരു വിഭാഗം ആളുകൾ ലാ യദ്കുറുൽ മൗത്ത്, അവർക്ക് ദിക്റുൽ മൗത്ത് ഇല്ല, അവര് ദിക്ർ ചെയ്യൂല. ഇനി ദിക്ർ ചെയ്താലോ അതിൽ പെട്ടെന്ന് അവരെന്ത് ചെയ്യും? പിന്മാറും. എന്താ? അവര് നിലവിൽ കച്ചവടത്തെ കുറിച്ച് അവർക്ക് പ്ലാനിങ് ഉണ്ട്, ഒരുപാട് ദുനിയാവിലെ ആസ്വാദനങ്ങളെ കുറിച്ചുള്ള ആഗ്രഹങ്ങളുണ്ട്. അത് മുറിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് എന്താണ് ഹാദിമുൽ ലദ്ദാത്തല്ലേ, ഐഹികമായ രസങ്ങൾ മുഴുവൻ മുറിച്ച് കളയുന്ന സാധനല്ലേ ദിക്റുൽ മൗത്ത്. അതുകൊണ്ട് അത് മുറിച്ച് കളയണ്ട, അത് മുറിയണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്മാറിപ്പോകും. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് കറാഹിയത്തുൽ മൗത്ത് ശരിക്കുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യണം? അവരാരാണ്? അവര് വളരെ അപകടകാരികളാണ്. അവരുടെ ഭാവി, അവരുടെ ഫ്യൂച്ചർ അപകടത്തിലാണ്.
നൗദുബില്ല. രണ്ടാമത്തെ വിഭാഗമുണ്ട്, അവര് തായിബാണ്. തായിബീങ്ങൾ, തൗബ ചെയ്തവര്. ഫൈനഹു യുക്തിറു ദിക്റഹു, അവര് ദിക്ർ മൗത്ത് വർദ്ധിപ്പിക്കും. അവർക്ക് ദിക്ർ മൗത്ത് വേണം. എന്തിനാണ്? അവരെ തൗബ ശരിയാകാൻ. തൗബ ശരിയാകണമെങ്കിൽ ദിക്ർ മൗത്ത് കൊണ്ടുവരണം. അപ്പൊ തമാമായ തൗബയിലേക്ക് അവർക്ക് മുന്നിടാൻ പറ്റും. പക്ഷെ അവർക്ക് കറാഹത്തുൽ മൗത്ത് ഉണ്ട്. മരണത്തെ അവർക്ക് പേടിയാണ്, അവരടുപ്പിക്കൂല. മരിക്കണ്ടെന്നാണ് അവരത്. എന്താ കാരണം? മറ്റവരെ പോലല്ല, ദുനിയാവിന്റെ രസം മുറിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടല്ല. പിന്നെന്താ? ഇപ്പൊ മരിച്ചാല് തൗബ പൂർത്തിയായിട്ടില്ല, അള്ളാഹുവിനോടുള്ള ഹക്ക് വീടിയിട്ടില്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുമെന്ന പ്രതീക്ഷയിലേക്ക് കാലുറച്ചിട്ടില്ല. കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏതുപോലെ ഇപ്പൊ പ്രവാസികളായ ആൾക്കാരുണ്ട്. അവരെന്തിനാ പ്രവാസ ലോകത്ത് പോയി നിൽക്കുന്നത്? നാട്ടിലേക്ക് സമ്പാദിച്ചു കൊണ്ടുവരാനാ. അപ്പൊ അവർക്ക് നാട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട്. അപ്പൊ പെട്ടെന്ന് വിളിക്കുകയാണ്, ഷഹദ നാട്ടിലേക്ക് എന്ന് ഞാൻ പറയാൻ അടുത്ത ആഴ്ച പോരെന്ന് പറഞ്ഞാൽ ഷഹദ് പറയും, ഞാൻ ആഴ്ച വന്നിട്ടുള്ളോ, ഒന്നും ആയിട്ടില്ല, സാലറി ഇട്ടിട്ടെ കുറച്ചൊരു 4-5 മാസം നിന്നാല് കുറച്ച് സാലറി ഒക്കെ കയ്യിൽ വന്നാല് നാട്ടിലേക്ക് വരാന്നാണ് അവരുടെ ചിന്ത. അല്ലാണ്ട് നാട്ടിലേക്ക് വരണ്ട, നാട് വേണ്ടാന്ന് ഉപേക്ഷിച്ച് പോയതല്ല. പിന്നെന്താണ്? നാട്ടിലേക്ക് പൂർവോപരി സമ്പാദിച്ചു കൊണ്ട് തിരിച്ചു വരണമെന്നില്ല നിലക്കാ പോയിട്ടുള്ളത്. എന്നതുപോലെ തായിബീങ്ങളായ ആളുകള് അവരുടെ മരണഭയം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തൗബ പൂർത്തിയായിട്ടില്ല. തൗബ പൂർത്തിയായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉടനെ മടങ്ങി വരണം. അപ്പൊ തൗബ അവര് ഇനി പറയുന്നുണ്ട്, അലാമത്ത് സിദുക്കി ഹാദ, ഈ ആളുകളുടെ എന്താണ് സിദുക്ക്, അവരാ പറയുന്ന കാര്യത്തിൽ വിശ്വസ്തരാണോ, സത്യസന്ധരാണെങ്കിൽ എന്ത് ചെയ്യും? അയകൂന ദായിമൻ ഇസ്തിഗാലു ബിൽ ഇസ്തിദാദി ലഹു, ദായിമായിട്ട് പതിവായിട്ട് ഈ മരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം അവർ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ മരിക്കാൻ ഒരുക്കുക, തൗബ ചെയ്തിട്ട് മനസ്സൊക്കെ ശുദ്ധിയാക്കി, ആരോടും വെറുപ്പും ഹസദും മുജുബും ഇല്ലാവുന്നില്ല, കലിമങ്ങനെ പുതുക്കി എപ്പോഴും ഇങ്ങനെ ശുദ്ധിയാക്കിയിട്ട് മനസ്സ് ഒന്ന് മരിക്കാൻ റെഡിയാവുന്ന അവസ്ഥയിൽ എത്തട്ടെ. എന്നിട്ട് നല്ലൊരു അവസ്ഥ വരുമ്പോ ഇപ്പൊ മരിച്ചാൽ മതി എന്ന് അവർക്ക് തോന്നും. അള്ളാഹു തൗഫീഖ് ചെയ്താല് അങ്ങനെ മരിക്കാൻ പറ്റും. ഒരുപാട് മുഅ്മിനീങ്ങള് ആ രൂപത്തിൽ മരിച്ചിട്ടുണ്ട്. അതിനവർ ഒരു പക്ഷേ 50 കൊല്ലത്തോളം ആയുസ് മുഴുവൻ അവർ അധ്വാനിച്ചിട്ടുണ്ടാവും. ദിക്റുൽ മൗത്ത് ഓർത്തിട്ട് അമൽ ചെയ്ത് മുന്നോട്ട് പോയിട്ട്, അള്ളാഹുവേ തൗബ പൂർത്തിയാക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ എന്ന് ദ്വാരുന്നുണ്ടാവും. അവര് നിരന്തരമായി ദ്വാരക്കുന്നുണ്ടാവും. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായ തൗബ ചെയ്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് മനസ്സിൽ നിറഞ്ഞ അവസ്ഥയിലല്ലാതെ നമ്മളിൽ ആരെയും അള്ളാഹു മരിപ്പിക്കാതിരിക്കട്ടെ. നമ്മുടെ ഇഖ്വാനികള്, നമ്മളെ ബന്ധുമിത്രാദികള്, നമ്മളോട് ദുആ ചെയ്തവര്, ദുആ വസിയത്ത് ചെയ്തവര്, നമ്മളെ സഹായിക്കുന്നവര്, സഹായിച്ചവര്, എല്ലാവർക്കും അള്ളാഹു തആല ആ രൂപത്തിലുള്ള നല്ല ആഖിബത്ത് നൽകട്ടെ. പല ആളുകളും ഉണ്ട് നമ്മളെ കൊതിപ്പിക്കുന്ന മരണങ്ങളുണ്ട്. എങ്ങനെയാണ് അവര് ജീവിതകാലം മുഴുവൻ അവര് മരണത്തെ ഭയന്ന് ഇപ്പൊ മരിക്കണ്ട, ഒന്ന് തൗബ ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ച ആളുകളാ. അവസാനം ഒരു നിമിഷത്തില് അവർക്ക് എല്ലാം റെഡിയായി എന്ന് തോന്നും. അള്ളാഹു താലക്ക് ഒക്കെ അള്ളാഹു താല ഭാഗത്തുനിന്നുള്ള ആളല്ലേ. അപ്പോ അറഫയിൽ നിന്ന ഒരു ഉസ്താദ് പടുത്ത് പറഞ്ഞ അനുഭവം, കഴിഞ്ഞ ഹജ്ജിന് അറഫയിൽ വന്നു നിന്നിട്ട് ഒരു അറബിയായ മനുഷ്യൻ, എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ ഔറാദുകൾ ഇങ്ങനെ ചൊല്ലാണ്, ഖുർആൻ ഓതി ഔറാദുകൾ ചൊല്ലി ദിക്ർ ചെയ്തിട്ട് അവസാനം അദ്ദേഹം ദുആയിലേക്ക് പ്രവേശിച്ചിട്ട് അദ്ദേഹത്തിന്റെ ദുആ അറബിയിൽ ഈ ഉസ്താദ് മനസ്സിലാക്കി. എന്താ ദുആ ചെയ്തത്? അള്ളാഹുവേ ഈ നിമിഷത്തിൽ എന്നെ നീ മരിപ്പിക്കണമേ എന്നതായിരുന്നു. അത്തരം അദ്ദേഹം അള്ളാഹുമായിട്ടുള്ള മുലാഖാത്തിന് തയ്യാറായി. ആ ദുആ ചെയ്തിട്ട് തളർന്ന് അവിടെ വീണ് മരിച്ചു. അൽഹംദുലില്ലാഹ്. മൂപ്പർ ചോദിച്ചു വാങ്ങി മരണത്തെ. ഇതാണ് തായിബീങ്ങളായ ആളുകള്. അവരുടെ ആയുസ് മുതലിട്ടിട്ട് തൗബ ചെയ്തിട്ടും മരിക്കാൻ റെഡിയാകാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ ജോലിയുടെ അവസരത്തിലാണെങ്കിലും കുടുംബജീവിതത്തിന്റെ അവസരത്തിലാണെങ്കിലും ഒക്കെ ഈ മരണസ്മരണ മനസ്സിലേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് എന്തുണ്ടാവിച്ചാൽ ഇന്നത്തെ നമ്മളെ കല്യാണങ്ങളൊക്കെ നിന്നുപോകും. മരണസ്മരണ അണുമണിത്തൂക്കമില്ലാത്തവരുടെ കല്യാണങ്ങളും വീട് വെക്കലും പിന്നെ ജീവിതത്തിന്റെ എല്ലാ പ്ലാനിങ്ങുകളും ഇന്ന് മരണസ്മരണ ഇല്ലാത്ത സത്യനിഷേധികളുടെ വിധത്തിലാണ് ഇന്ന് മുസ്ലിം സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണിവന്തരങ്ങൾ കൂട്ടിയിട്ട് ഇവിടെ ശാശ്വതമായി ജീവിക്കാനുള്ള തയ്യാറെടുപ്പിൽ നമ്മളുള്ളത്. എന്നാൽ അള്ളാഹു താല അത് അനുവദിക്കൂല. അള്ളാഹു താല ഉടനെ ബലാവും മുസീബത്തും ഇറക്കിയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കും. കാരണം എന്താ?
ബുദ്ധി മുട്ടിച്ചില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഇവിടുന്ന് മരിക്കൂല എന്നാ തോന്നുക. ബുദ്ധി മുട്ടിച്ചാലോ കുറച്ചൊക്കെ നമ്മൾ മരിക്കുന്നു തോന്നും. അപ്പൊ എന്തുണ്ടാകും? കുറച്ചൊക്കെ നമ്മൾ തയ്യാറാകും. അങ്ങനെ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഹദീസിലുണ്ട്, ഒരാൾ അള്ളാഹു തആല സ്വർഗത്തിലേക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് അതിനു വേണ്ടി അമൽ ചെയ്യുന്നില്ലെങ്കിൽ ബലാ ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പരീക്ഷണങ്ങൾ ഇങ്ങനെ തുരുതുരാ ഇറക്കിക്കൊണ്ടിരിക്കും. ആ പരീക്ഷണങ്ങളിൽ അയാൾ കിടന്നിട്ട് ഇങ്ങനെ നരകിച്ചിട്ട് എന്താകും? ആ പരീക്ഷണങ്ങളിൽ ടെൻഷനായിട്ടും വേദന സഹിച്ചും അദ്ദേഹം എന്തിലേക്ക് എത്തും? ഈ സ്വർഗത്തിന്റെ അവകാശിയാകാവുന്ന അവസ്ഥയിലേക്ക് എത്തും. ഈ സ്വർഗത്തിന്റെ അവകാശിയാകുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലൊരു പരിവർത്തനം ഉണ്ടാകുന്നുണ്ട്, നമ്മളെ റൂഹിനൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്, നമ്മളെ റൂഹും ജസദും തമ്മിൽ എന്താകുന്നുണ്ട്? കൊപ്പര പോലെ ആകുന്നുണ്ട്. കൊപ്പരയാണ് അതിന് പറ്റിയ ഉദാഹരണം. കൊപ്പരയുടെ കാമ്പ്, അകക്കാമ്പ്, അതിന്റെ ടെൻഡൻസി എന്താണ്? ചിരട്ടന്മേൽ അള്ളിപ്പിടിച്ചിരിക്കാനുള്ള ടെൻഡൻസിയാണ് അതിന്റെ സ്വഭാവം. അത് വിളഞ്ഞ തേങ്ങാവുന്ന അവസരത്തില്, അതല്ല അതിങ്ങനെ വെയിൽ കൊണ്ട് ഉണങ്ങി കൊപ്പരയാകുന്ന അവസരത്തിൽ എന്താകും? അത് പുറത്തു പോകാനുള്ള ടെൻഡൻസിയിലാവും. ചിരട്ടയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയിട്ട് അകന്നു നിൽക്കുന്നുണ്ടാവും. തജാഫി അന്താറുൽ ഖുറൂർ എന്ന് പറഞ്ഞതാണ് ദുനിയാവിനോട്ടുള്ള അകൽച്ച. അപ്പൊ ആ സമയത്ത് കൊപ്പര അടത്തുന്ന ആള് വന്നിട്ട് എന്ത് ചെയ്യും? ഒരു കൊള്ളി കഷ്ണം എടുത്തിട്ട് ഒറ്റ ഇടയെ കുത്തിയിട്ട് ഇങ്ങനെ ലിവർ വെച്ചിട്ടാണ് ഞെരിക്കിയാല് എന്തുണ്ടാകും? യാ അയ്യതുഹൽ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് മാറും. എന്ന് പറഞ്ഞാൽ കൂജയിൽ നിന്ന് വെള്ളം ചൊരിഞ്ഞതുപോലെ റൂഹ് പുറത്തേക്ക് വരുന്ന ഹദീസിൽ വന്നല്ലോ. അതിന്റെ മറ്റൊരു ഉദാഹരണമായിട്ട് നമുക്കത് മനസ്സിലാക്കാം. എത്രയും പെട്ടെന്ന് ചിരട്ടയെ ഉപേക്ഷിച്ച് സ്വതന്ത്രമാകാൻ വേണ്ടിയിട്ടുള്ള വെമ്പലിലാണ് ആരുള്ളത്? അകക്കാമ്പ് ഉള്ളത്. ആ അവസ്ഥയിലാണ് മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് ഉണ്ടാകുക. മുത്മഇന്നത്തായ നഫ്സിന്റെ റൂഹ് അത് അങ്ങനെ ഉണ്ടാകുക. അതിന് ദിക്റുൽ മൗത്ത് എന്ന് പറഞ്ഞ ചൂട്, വെയിലടിച്ചിട്ട് വേണം ഈ വിളഞ്ഞ തേങ്ങ കൊപ്പരയായിട്ട് മാറാൻ. അവ ദിക്റുൽ മൗത്തിന്റെ ചൂടും ദിക്റുല്ലാഹിയുടെ ചൂടും പിന്നെ ദിക്ർ മൗത്തിന്റെയും അള്ളാഹുവിനെയും നഫ്സിനെയും ഒക്കെ കുറിച്ചുള്ള ഫിക്കർ ചെയ്തിട്ട് അതിന്റെ ചൂടൊക്കെ കൂടിയിട്ട് കേൾക്കണം. അപ്പൊ എന്തൊക്കെ ചൂട്? ദിക്റിന്റെയും ഫിക്കറിന്റെയും ചൂടടിച്ചിട്ട് വേണം നമ്മളാകുന്ന വിളഞ്ഞ തേങ്ങക്ക് കൊപ്പരയായിട്ട് പരിവർത്തനം ചെയ്യാൻ. അതിനു വേണ്ടി അധ്വാനിക്കലാണ് തായിബിന്റെ പണി. ഇനി മൂന്നാമത്തെ കാറ്റഗറി പറഞ്ഞില്ലല്ലോ, വആരിഫു ഫഇന്നഹു യദ്കുറുൽ മൗത ദായിമൻ യന്നഹു മൗഇദുൽ ലിഖായി ഹബീബിഹി. അവര് ഹബീബിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹത്തിലാണ്. എന്തായി മരിക്കാത്തത് എന്നുള്ള ചിന്തര, എന്തെങ്ങനെ മരിക്കാത്തത്, എന്താ ഞാൻ എന്നാ മരിച്ചു കിട്ടുമെന്ന് എന്ന ആ ആഗ്രഹത്തിൽ അവരിങ്ങനെ ഇരിക്കുകയാണ്. മരിച്ചാൽ അവർക്ക് സന്തോഷമാവും. അപ്പൊ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ ഉള്ള ഹദീസ്, നമ്മളോടുള്ള കൽപ്പന. അപ്പൊ ഇവിടെ ഇദ്ദേഹം മരണത്തെ ആഗ്രഹിച്ചല്ലോ. അവര് മരണത്തെ ആഗ്രഹിച്ചത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ദുനിയാവിന്റെ ഈ ജീവിതത്തിന്റെ ഭാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ നീ ജീവിക്കണ്ട എന്ന തീരുമാനം എടുത്താലല്ല അവര്. പക്ഷെ പിന്നെന്താ? ഷൗക്കാണ് ഹബീബിനെ കണ്ടുമുട്ടാൻ. ഏതാ ഹബീബ്? റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സ്നേഹിച്ച് റബ്ബിനൊന്ന് നേരിട്ട് കണ്ടുമുട്ടാനുള്ള ആഗ്രഹം, കൊതിയാൽ അവർ മരിച്ചെങ്കിൽ ആഗ്രഹിച്ചു പോയതാ. ആ ഷൗക്ക് വർദ്ധിച്ചപ്പോ. മറ്റാളോ മരണത്തെ വെറുത്തതല്ല, പിന്നെ ഇപ്പൊ മരിച്ചിട്ട് ഒന്നും ആയിട്ടില്ലല്ലോ എന്നുള്ള നിലക്ക് ഇപ്പൊ മരിക്കണ്ട എന്നുള്ള വിധത്തിൽ ചിന്തിച്ചതാണ്. അതുകൊണ്ട് ഇവർ ഒരാളുടെ മരണത്തെ ആഗ്രഹിച്ചതും, ആരിഫായ മനുഷ്യൻ മരണത്തെ ആഗ്രഹിച്ചതും പിന്നെ തായിബായ മനുഷ്യൻ മരണത്തെ വെറുത്തതും രണ്ടും കുറ്റകരല്ല. പക്ഷെ രണ്ടും നമുക്ക് പറ്റൂല. ഒരർത്ഥത്തിൽ പറ്റൂല, ഒരർത്ഥത്തിൽ പറ്റും. ഏതർത്ഥത്തിലാ പറ്റാത്തത്? മരിക്കാനേ തയ്യാറല്ല ഞാൻ, അള്ളാഹിനെ കണ്ടുമുട്ടാനേ തയ്യാറില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ, അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ പരലോകത്തേക്ക് പോകുന്ന ഇഷ്ടമില്ലാതെയാണെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. ഇന്ന് നമ്മളെ അവസ്ഥ അതാണ്. ദുനിയാവ് വിട്ടുപോകാൻ നമ്മൾ തയ്യാറല്ല. ദുനിയാവിന്റെ സുഖമൊക്കെ പോവുള്ളൂ എന്ന് കേൾക്കാം. അത് അങ്ങനത്തെ മരണത്തോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ പേടി അത് തെറ്റാണ്. അതേ സമയത്ത് ജീവിതത്തിന്റെ ഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ടെൻഡൻസി, മരിച്ചു കിട്ടിയെങ്കിൽ വേണ്ടില്ല എന്നത്, അതും തെറ്റാണ്. പിന്നെ രണ്ട് ശരിയുണ്ട് ഇതേപോലെ തന്നെ. എന്താ? തായിബായ ആൾക്ക് തൗബ ചെയ്ത് അമലൊന്നും പൂർത്തിയായിട്ടില്ല, ഇപ്പൊ തന്നെ മരിക്കണ്ട.
മരിക്കണം, അതിന് തയ്യാറാകട്ടെ എന്ന നിലക്ക്. ഇപ്പൊ നിങ്ങളൊക്കെ കൂടിയിട്ട് എന്റെ വീട്ടിലേക്ക് വരികയാണെന്ന് വിചാരിച്ചോളി. അപ്പൊ ഞാൻ പറയണ് ഇന്ന് വരണ്ട, നിങ്ങൾ നാളെ വരുന്ന, അപ്പത്തി ഞാൻ തയ്യാറാകട്ടെ. അപ്പൊ നിങ്ങൾക്ക് ബിരിയാണിയൊക്കെ വെച്ചിട്ട് സൽക്കരിക്കാൻ ഞാൻ തയ്യാറാകണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നീട്ടുന്നത്. സ്വീകരിക്കാൻ തന്നെയാണ് ഈ നീട്ടുന്നത്. ഇന്ന് സ്വീകരിക്കാൻ തയ്യാറല്ല, അവിടെ അസൗകര്യങ്ങളുണ്ട്, ബിരിയാണി ഒന്നും വെക്കാൻ സാധനം വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ആളുകൾ വേറെ ഷോയിലാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ വന്നാൽ പറ്റില്ലല്ലോ. നിങ്ങൾ വരുമ്പോ എന്ത് ചെയ്യണം? സ്നേഹിതന്മാര് വരുമ്പോ എന്ത് ചെയ്യണം? കാര്യങ്ങളൊക്കെ ഒരുക്കി തയ്യാറായിട്ട് നിൽക്കണ്ടേ? ആ നിലക്കുള്ള മരണത്തെ കുറിച്ചുള്ള ഭയവും ഇപ്പൊ തന്നെ മരിക്കണ്ട എന്നുള്ള തോന്നലൊക്കെ എന്താണ്? ശരിയാണ്. അപ്പൊ അങ്ങനെ 3 കാറ്റഗറിയാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന, ചുറ്റുവട്ടത്തിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, മരിച്ച മുൻഗാമികളായ ആളുകളെ ഓർത്തുകൊണ്ട്, അവരുടെ ചരിത്രത്തെയും അവരുടെ അവസ്ഥകളെയൊക്കെ താരതമ്യം ചെയ്തിട്ട് ദിക്റുൽ മൗത്ത് നമ്മളെ കൽബിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമുക്ക് കൽബിന്റെ കസാവത്ത് നീങ്ങിയിട്ട് കൽബ് എന്താവും? സാഫായ കൽബായി മാറുള്ളൂ. അപ്പോഴാണ് അള്ളാഹുവിന്റെ ദിക്റയില് സുബൂത്തായി നിൽക്കുകയുള്ളൂ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അവസാനമായിട്ട് സൂറത്തുൽ ഹൂദിലെ ഒരു ആയത്ത് അർത്ഥം പറഞ്ഞ് നമുക്ക് നിർത്താം. മൻ കാന യുരീദു ഹയാത്തദ് ദുനിയ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യബ്ഖസൂൻ ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ല അന്നാർ വഹബിത മാ സനഉ ഫീഹാ വബാതിലും മാ കാനൂ യഅമലൂൻ. അപ്പൊ എന്താ? ദുനിയാവിനെ ആരെങ്കിലും ലക്ഷ്യമാക്കിയാൽ, ദുനിയാവിനെയും ദുനിയാവിലെ ജീവിതത്തെയും അതിന്റെ ജീനത്തിനെയും അതിന്റെ ഭംഗിയെയും അതിന്റെ ആസ്വാദനത്തെയും ഒക്കെ ഒരാൾ ലക്ഷ്യമാക്കിയാൽ അവന്റെ അമല് അള്ളാഹുവിന്റെ അടുത്ത് പിന്നെ സ്വീകാര്യമല്ല. ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ല അന്നാർ. ഇനി ആഖിറത്തിലേക്ക് വന്നാലോ അവിടെ നരകമല്ലാതെ അവർക്ക് കിട്ടാനുമില്ല. അതുകൊണ്ട് ഹുബ്ബു ദുനിയ ഒഴിവാക്കിയിട്ട് നമ്മൾ ചെറിയ ലക്ഷ്യത്തിൽ നിൽക്കേണ്ട ആളുകളല്ല. നമ്മൾ പറയും നമ്മളെ ഭാവി വേണം. ഭാവി എവിടെ കിടക്കുന്നത്? ആഖിറത്തിലാ ഭാവി കിടക്കുന്നത്. ആഖിറത്തിനെ ഭാവിയായി കണ്ടുകൊണ്ട് ജീവിതത്തെ പ്ലാൻ ചെയ്തിട്ട് ആ രൂപത്തിലെ പ്ലാനിങ് വെക്കേണ്ടത്. നമ്മള് മരണം വരെയുള്ള പ്ലാനിങ്ങിലെ എപ്പോഴും ഉള്ളൂ. മരണത്തിന് തൊട്ട് മുമ്പ് നമ്മളെ പ്ലാനിങ് അവസാനിച്ച്, മരിക്കലും നമ്മളെ പ്ലാനിങ്ങിലും ഇല്ല. അപ്പോൾ നമ്മളെ പ്ലാനിങ് എപ്പോഴും എവിടെ വരെ എത്തണം? സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലെത്തുന്നത് വരെ നീണ്ടു നിൽക്കുന്ന പ്ലാനിങ്. അവിടേക്കൊന്നും ഇനി എത്തിയില്ലെങ്കിലും ബർസഖിയായ ജീവിതത്തിലേക്ക് ആഖിബത്ത് നന്നായി മരിച്ച് സ്വർഗാവകാശിയായി മരിക്കുന്നവരെങ്കിലും നമ്മൾ പ്ലാനിങ് വേണം. അപ്പോഴാണ് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രിപ്പയർ ആകാൻ പറ്റുള്ളൂ. അപ്പൊ ദിക്റുൽ മൗത്ത് നമ്മുടെ കൽബിൽ കടന്നാൽ നമുക്ക് ആവശ്യങ്ങൾ കുറയും, ദുനിയാവിന്റെ ആവശ്യങ്ങൾ കുറയും, ആർഭാടങ്ങൾ കുറയും. അപ്പൊ നമുക്ക് സെക്കുലറിസത്തെ പാശ്ചാത്യ സംസ്കാരത്തെ അനുകരിക്കാൻ കഴിയില്ല, ഉപഭോഗ സംസ്കാരത്തിന്റെ പിന്നാലെ പോകാൻ കഴിയില്ല. അപ്പൊ ഉപഭോഗ സംസ്കാരത്തിനെ കുറിച്ചും പാശ്ചാത്യ സംസ്കാരത്തെ കുറിച്ചൊന്നും ബോധവൽക്കരിക്കേണ്ട ആവശ്യമില്ല. എന്താ വേണ്ടതുള്ളൂ? ദിക്റുൽ മൗത്ത്. അള്ളാഹുവിനെയും ആഖിറത്തിനെയും കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ കൽബിൽ ഉറപ്പിക്കുകയും അതിന്റെ ദിക്ർ നിരന്തരം ഉണ്ടാക്കുകയും ചെയ്യുക മാത്രം ചെയ്താൽ മതി. പണി വളരെ എളുപ്പമാണ്. മറ്റത് നമ്മൾ സോഷ്യോളജി മുഴുവൻ അവതരിപ്പിച്ചു കൊടുക്കണം. ഇത് പാശ്ചാത്യ സംസ്കാരമാണ്, നമ്മളെ സംസ്കാരത്തിൽപ്പെട്ടതല്ല, ഈ സംസ്കാരം മാറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംസാരിക്കണം. എന്ത് ആവശ്യമുണ്ട്? എന്നാ വേണ്ടതുപോലെ ആവുകയുമില്ല. ഇപ്പൊ നോക്കി നിങ്ങള്, ഈ ഒരു കാലഘട്ടത്തിലും വേഷഭൂഷാദികൾ കൊണ്ട് ജനങ്ങളിൽ നിന്നും വേറിട്ടെക്കുന്ന ഒരു ടീമാണ് നമ്മളെ കൂട്ടത്തിൽ തബ്ലീഗുകാര്. അവരുടെ വേഷഭൂഷാദികൾ ഈ കാലഘട്ടത്തിലും വലിയ ഉദ്യോഗസ്ഥരായ ആളുകൾ, ബിസിനസ്സുകാരായ ആൾക്കാരൊക്കെ പെട്ടെന്ന് വേഷം മാറുന്നുണ്ടല്ല. എങ്ങനെയാണ് അതൊക്കെ സാധിക്കുന്നത്? 2 കാരണമുണ്ട്. ഒന്ന്, അവരുടെ വിഷയം അള്ളാഹു ആഖിറം, അമല് ചെയ്യുക, സ്വർഗത്തിൽ പോവുക. ഇതാണ് അവരുടെ അജണ്ട. അവർക്ക് സാമ്രാജ്യത്വവും പൊളിറ്റിക്സും മറ്റൊന്നുമില്ല. ഇതാണ് അവരുടെ ദീനി പ്രവർത്തനം. നമ്മളെ ദീനി പ്രവർത്തനം ഇതാണ്. ദീനി പ്രവർത്തനമായി കേന്ദ്രീകരിക്കുന്നത്. മറ്റൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമുക്ക് അതിന് മുകളിൽ അപ്പുറത്ത് വേറെ വെക്കാം. രാഷ്ട്രീയ പ്രവർത്തനം അപ്പുറത്ത് വെക്കാം. പക്ഷെ നമ്മൾ ബേസിക്കായ ഈ ദീനി പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഈ സാധനം നിൽക്കണം. അള്ളാഹും ആഖിറത്തിലുള്ള വിശ്വാസത്തെ ഉറപ്പിക്കലും, മനസ്സ് ശുദ്ധിയാക്കലും, നിസ്കാരം ശരിയാക്കലും,
അമലുകൾ തർത്തീബായിട്ട് ചെയ്യൽ, ഇൽമ് അമല് ഹാല്, ഇത് ഓരോ മുസ്ലിമിനും വേണ്ടതാണ്. പൊളിറ്റിക്സോ ഫർള് കിഫായാണ്. ഒരു 4 ആള് ഒരു സമൂഹത്തിൽ ചെയ്താൽ ബാക്കി എല്ലാവർക്കും അത് മതി. 4 ആള് ചെയ്താൽ മയ്യത്ത് കുളിപ്പിക്കണ പോലെ, മയ്യത്ത് കുളിപ്പിച്ച് കഫമാടാൻ ആരെങ്കിലും 4 ആള് ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവായി എന്നതുപോലെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങേണ്ട 4 ആൾ ഇറങ്ങിയാൽ മതി. എല്ലാവരും അതിൽ തന്നെ പോയി തലയിടണമെന്നില്ല. 24 hours തലയിടേണ്ട കാര്യമല്ല അത്. അപ്പൊ 24 hours നമ്മൾ ഇൻവോൾവ് ആകേണ്ടത് നമ്മുടെ ഈമാൻ ശരിയാക്കാൻ, നമ്മുടെ കൽബ് ശരിയാക്കാൻ, നമുക്ക് ആഖിറത്തിലും അല്ലാഹുവിലുള്ള വിശ്വാസം ശരിയാക്കാൻ, അതിനു വേണ്ട ഉത്ബോധനം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. നമ്മൾ ദീനി പഠനം 7ാം ക്ലാസ്സിൽ പഠനം നിർത്തി, പിന്നെ ഈ കുട്ടിക്ക് ദീനിയായ ഉപദേശം എവിടുന്നും കിട്ടുന്നില്ല. അങ്ങനത്തെ കുട്ടികൾ അവർ ഈമാനിലായി മരിക്കാൻ സാധ്യതയില്ല. നഊദുബില്ലാ. നിരന്തരം ഇൽമ് എന്ന് പറയുന്നത് ഒരു ഭക്ഷണമാണ്. ഭക്ഷണത്തിന്റെ സ്ഥാനത്ത് നിൽക്കും. ദിക്ർ എന്നത് ശ്വാസത്തിന്റെ സ്ഥാനത്ത് നിൽക്കും. അപ്പോൾ ഒരു ഈമാൻ മുഅ്മിനിന്റെ ശ്വാസം ദിക്റാണ്. ദിക്റുല്ലാഹി വ ദിക്റുൽ മൗത്ത്. മുഅ്മിനിന്റെ ഭക്ഷണം ഇൽമാണ്. അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും അവന്റെ നഫ്സിനെ കുറിച്ചും ദുനിയാവിന്റെ ഖിറത്തിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഇൽമ്. ഈ ഇൽമ് ഭക്ഷണമായിട്ട് എപ്പോഴെങ്കിലും കഴിക്കണം. ഏതെങ്കിലും ഒരു അവസരത്തിൽ കഴിച്ചുകൊണ്ടിരിക്കണം. ദിക്റ എപ്പോഴും നിലനിൽക്കുകയും വേണം. അങ്ങനെയല്ലേ? ശ്വാസം എപ്പോഴും വേണം. 2 നേരം ശ്വാസം കഴിച്ചാൽ മതി എന്ന് പറയുമോ? ഇല്ല. 24 hours ശ്വാസം വേണം. ഭക്ഷണം ഒരു നേരം കിട്ടിയാലും മതി എന്നതുപോലെ ഇത് രണ്ടും അനിവാര്യമായ സാധനങ്ങളാണ്. നമ്മൾ അതിന് മനസ്സിലാക്കിയ ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, നോമ്പ് വെക്കുക, ഉംറക്ക് പോവുക, തഹജ്ജുദ് നിസ്കരിക്കുക, കുറച്ച് ദിക്റില്ല. ഇതാണ് നമ്മളെ ഇസ്ലാം ദീൻ. ഇത് അള്ളാഹുവിന്റെ അടുത്ത് കബൂലല്ല. അള്ളാഹുവിന്റെ അടുത്ത് കബൂലാകണമെങ്കിൽ ഈമാൻ, തഖ്വ അതിന്റെ തർത്തീബ് അനുസരിച്ച് വരണം. എന്നിട്ടിത് വെറുതല്ല, നമ്മളിലൊരു പരിവർത്തനം ഉണ്ടാക്കുന്ന ഇസ്ലാമാണ്. ദീന് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകണം. അങ്ങനെ ഈ തടി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു ക്വാളിറ്റി, ഒരു പരിവർത്തനം ഇതിനകത്ത് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആഖിറത്തിൽ വിജയിക്കുന്ന ആളായിട്ട് മാറുള്ളൂ. അതിനാണ് നഫ്സ് അമ്മാറത്ത് വിട്ടിട്ട്, ലവ്വാമത്ത് വിട്ട്, മുൽഹിമത്ത് വിട്ട് മുത്മഇന്നത്തിൽ എത്തണം എന്ന് പറയുന്നത്. അപ്പൊ അമ്മാറത്തും ലവ്വാമത്തും മുൽഹിമത്തും വിട്ടിട്ട് മുത്മഇന്നത്തിൽ എത്തുമ്പോ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, മുത്മഇന്നത്തായ ആത്മാവേ അള്ളാഹുവിലേക്ക് മടങ്ങുകയെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ വരും. അപ്പോ അവര് വളരെ പെട്ടെന്ന് കൂജയിൽ നിന്ന് വെള്ളം ചാടുന്നത് പോലെ, കൊപ്പര അടത്തുന്നത് പോലെ ആ റൂഹ് വേഗം അള്ളാഹുവിലേക്ക് സഞ്ചരിക്കും. ആ രൂപത്തിലാകാൻ അള്ളാഹു തആല നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. വിജായി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ ചുരുക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും മുദാക്കറ ചെയ്യാന്ന് പറഞ്ഞാല് സംസാരമൊക്കെ ഉഷാറായിട്ടുണ്ടെന്ന് പറയലല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേതെങ്കിലും ഒരു പോയിന്റ് നിങ്ങളെ മനസ്സിൽ കൊണ്ടത് നിങ്ങൾ എടുത്തിട്ടിട്ട് ഒന്നുകൂടി പറയുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ഒന്നുകൂടി മനസ്സിലാവുകയും ഒന്നുകൂടി നന്നായിട്ട് വിഷയം ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാനും സഹായിക്കും. ആ വിധത്തിൽ അമീൻ ഉസ്താദ് ഒന്ന് 4 വാക്ക് സംസാരിച്ചാൽ വളരെ ഹൈറായി ഇൻഷാ അല്ലാഹ്. വലൈക്കും അസ്സലാം.